ആസിഫ് നന്ദിയുടെ മരണത്തിൽ പാലക്കാട് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയാണ്. പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചുള്ള സമരം തുടരുകയാണ്. ഇക്ബാൽ അറക്കലിലേക്ക്. ഇക്ബാൽ, ഇപ്പോൾ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ്. സംഘർഷാവസ്ഥയുണ്ടോ? മുമ്പാണ് ഏതാനും KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വാഹനത്തിലേക്ക് മാറ്റിയത്. പക്ഷേ ഇവരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ KSU പ്രവർത്തകരും അതുപോലെ തന്നെ സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും ഈ പോലീസ് വാഹനം തടഞ്ഞിരിക്കുകയാണ്. അവരെ മുഴുവൻ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് വാഹനത്തിന് മുന്നിൽ നിന്ന് മാറ്റുന്നു. KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള വാഹനവുമായി പോലീസ് വാഹനം നീങ്ങുന്നു. അതിന് മുന്നിലേക്ക് നിരവധി KSU പ്രവർത്തകർ ഈ വാഹനം തടഞ്ഞതിന്റെ ഭാഗമായി നിൽക്കുന്നു. ആ വാഹനത്തിന് മുന്നിൽ കയറി ശ്രമങ്ങൾ നടത്തുന്നു. എല്ലാം തടഞ്ഞുകൊണ്ട് ഇപ്പോൾ പോലീസ് ഈ വാഹനവുമായി പ്രവർത്തകർ നിരവധി പ്രവർത്തകർ ഈ മേഖലയിലേക്ക് എത്തി. ഇപ്പോൾ ഈ വാഹനത്തിന് പിന്നിൽ നിൽക്കുന്നു. അവരുടെ ഇപ്പോൾ പോലീസിനോട് കയറുന്നു, തർക്കിക്കുന്നു. പ്രവർത്തകർ വാഹനത്തിന് മുന്നിൽ നിന്നപ്പോൾ അവരെ ഇടിച്ചിട്ട് ഈ വാഹനം പോവാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ പോലീസുമായി തർക്കിക്കുന്നത്. KSUവിലെ സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജില്ലാ ഭാരവാഹികൾ ഇപ്പോൾ പോലീസുമായി തർക്കിക്കുന്ന അതായത് KSUവിലെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഈ വാഹനം KSU പ്രവർത്തകരെ തടഞ്ഞു. പക്ഷേ ആ പ്രവർത്തകരെ എല്ലാം തള്ളിമാറ്റിക്കൊണ്ട് വാഹനം പിന്നീട് നീങ്ങി ആ പ്രവർത്തകരുമായി പോയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പ്രവർത്തകർ KSU പ്രവർത്തകർ ഇപ്പോഴും ഉപരോധം തുടരുന്നത്. അവരോടൊന്ന് ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട്. പക്ഷേ പ്രതിഷേധം അവസാനിപ്പിക്കില്ല. ആസിഫ് നന്ദിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയതാണ് KSU പ്രവർത്തകർ ഈ പ്രതിഷേധം. പക്ഷേ ഈ പ്രതിഷേധത്തിനിടയിലാണ് പോലീസുമായി പ്രവർത്തകർ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പക്ഷേ അതിനിടയിൽ പിന്നീട് വീണ്ടും പോലീസുമായി പ്രവർത്തകർ തർക്കിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ തന്നെ ഉള്ളത്. വാഹനഗതാഗതം പൂർണ്ണമായും ദേശീയപാതയിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പ്രതിഷേധം അവിടെ തുടരുകയാണ്.